പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കാരണം ഇന്നത്തെ ലോകത്ത് നിങ്ങൾ നേടിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്രമിക്കാനും സന്തോഷിക്കാനും കഴിയും. ഈ പ്രത്യേക ദിവസം ഒരു അടുത്ത സുഹൃത്തിൽ നിന്നോ കുടുംബാംഗത്തിൽ നിന്നോ പ്രോത്സാഹജനകമായ വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സന്ദേശം ലഭിക്കുന്നതിനായി കാത്തിരിക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നതനുസരിച്ച് ഒരു പാർട്ടി നടത്താനുള്ള ഒരു നല്ല കാരണം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അനുഭവിക്കുന്ന സന്തോഷമാണ്. ഇന്ന് മറ്റുള്ളവർക്ക് ശ്രദ്ധയും അഭിനന്ദനവും നൽകുന്നതിൽ നിങ്ങൾ ലജ്ജിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് അവർക്ക് സന്തോഷം നൽകുന്നതുപോലെ നിങ്ങൾക്കും സന്തോഷം നൽകും. ഈ വർഷം ശനി നിങ്ങളുടെ ജാതകത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ സ്ഥിരപ്പെടുത്താനും ആന്തരിക തടസ്സങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കും. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, തുലാം രാശിയിലെ ചന്ദ്രന്റെ സംക്രമണം കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഊർജം നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മികച്ച നിമിഷമാണ്. പ്രത്യേകിച്ചും നിങ്ങളെ വ്യക്തിപരമായി ബാധിക്കുന്ന ആശങ്കകളുടെ കാര്യത്തിൽ. ഇന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അധികം പ്രയത്നമില്ലാതെ സ്വന്തം നിലയിൽ പരിഹരിക്കപ്പെടുന്നത് നിങ്ങൾ ഒടുവിൽ ശ്രദ്ധിക്കും. തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ വേഗത കൈവരിക്കുന്നതായി തോന്നുന്നു. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കും. വൈകുന്നേരം 3 മണിക്കും വൈകുന്നേരം 4:30 മണിക്കും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം ചുവപ്പാണ്. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനം കണക്കിലെടുത്ത് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ രോഗശാന്തിക്കും വൈകാരിക സ്ഥിരതയ്ക്കും വേണ്ടി വിശ്രമിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ മിഥുനം രാശിക്കാരെ, ചന്ദ്രൻ തുലാം രാശിയിലേക്ക് നീങ്ങുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ മത്സരബുദ്ധിയും അഭിലാഷങ്ങളും പുറത്തുവരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടുന്നതിനായി ആക്രമണോത്സുകതയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആക്രമണോത്സുകത ചിലപ്പോൾ നല്ലതാണ്, ഒരു പ്രത്യേക സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. മത്സരബുദ്ധിയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വിവേകവും യുക്തിയും നിലനിർത്തുന്നത് എല്ലായ്പ്പോഴും വിവേകമാണെന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. അതിനാൽ ശാന്തവും സമാധാനപരവുമായിരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത്. സ്വയം ഭാരം കുറയ്ക്കാൻ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ദിവസത്തിലെ നിങ്ങളുടെ അനുകൂല സമയം ഉച്ചയ്ക്ക് 1 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 മണി വരെയാണ്. ഇന്ന് നിങ്ങൾ ആകാശനീല നിറത്തിലുള്ള ഒന്നും ധരിക്കുന്നത് ഒഴിവാക്കണം. വ്യാഴം 2026-ൽ വലിയ മുന്നേറ്റങ്ങൾക്ക് ശക്തി നൽകുന്നതിനാൽ ഒരു വസ്തു ഉപയോഗിക്കുന്നതോ നിങ്ങളുടെ സ്ഥലത്ത് ഒരു വസ്തു സൂക്ഷിക്കുന്നതോ സ്ഥിരമായ സമൃദ്ധി ആകർഷിക്കാൻ സഹായിക്കും. പ്രതിവിധി: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ചന്ദ്രൻ തുലാം രാശിയിലേക്ക് മാറുന്നത് ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഒരു മികച്ച ദിവസം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നതനുസരിച്ച് നിങ്ങൾ ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് സ്വയം സംസാരിക്കാൻ അനുവദിക്കാൻ ഇന്ന് ഒരു മികച്ച ദിവസമാണ്. ഇത് ആർക്കും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. അത് നേടാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ കഴിവുകൾ പതിവായി പരീക്ഷിക്കപ്പെടാം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്തെ സമ്മർദ്ദം കാരണം അതിന് കഷ്ടപ്പാടുകൾ ഉണ്ടാകാൻ അനുവദിക്കരുത്. പച്ച നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം വ്യാഴം ആത്മവളർച്ചയെ വർദ്ധിപ്പിക്കുന്നതിനാൽ ഹൃദയത്തെ മൃദുവാക്കാനും ഉള്ളിലെ മൂടൽമഞ്ഞ് നീക്കം ചെയ്യാനും പ്രതിവിധികൾ ചെയ്യുന്നത് പ്രയോജനകരമാകും. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളെ കാണുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾ ദൃഢനിശ്ചയത്തോടെയും പ്രചോദനത്തോടെയും ഉണരും. വീട്ടിലും ജോലിസ്ഥലത്തും തീർപ്പാക്കാത്ത ജോലികൾ പൂർത്തിയാക്കാൻ ഇന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ദിവസമാണ്. എന്നിരുന്നാലും താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് തന്ത്രപരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നും അവയെ തന്ത്രപരമായും വിവേകത്തോടെയും കൈകാര്യം ചെയ്യണമെന്നുമാണ്. ഇന്ന് അസ്വസ്ഥമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ
ക്ഷമശ്രശുസമമായും പെരുമാറുക. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള മിക്ക ആളുകളും അസ്വസ്ഥരായി കാണപ്പെടും. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ശാന്തമായ മനസ്സ് നിലനിർത്തുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഭാഗ്യകരമായ സമയം. വെള്ളയാണ് ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ സംരക്ഷണത്തിനായി എന്തെങ്കിലും ധരിക്കുകയോ കൊണ്ടുനടക്കുകയോ ചെയ്യുക. പ്രതിവിധി: ഒരു പുസ്തകം വായിക്കുക. നിങ്ങൾ ശാന്തത പാലിക്കുകയും തിടുക്കത്തിൽ, അല്ലാതെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രിയ കന്നി രാശിക്കാരെ, തുലാം രാശിയിലെ ചന്ദ്രൻ ഏത് നിമിഷവും നിങ്ങൾക്ക് ദേഷ്യം വരാൻ കാരണമായേക്കാം. നിങ്ങളുടെ അടുത്ത ആളുകളുമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലോ തർക്കങ്ങളിലോ ഏർപ്പെടാതിരിക്കുന്നത് ഉത്തമമാണ്. അത്തരം വഴക്കുകൾ അർത്ഥശൂന്യമാണ്. അവ ഒരിക്കലും ഒരു നല്ല ഫലം നൽകില്ല. ശാന്തമായ മനസ്സോടെ ദിവസം കടന്നുപോകാൻ അനുവദിക്കുക. അങ്ങനെ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഭാഗ്യം ആകർഷിക്കാൻ ഇന്ന് ഇൻഡിഗോ നിറം ധരിക്കുക. കന്നി രാശിയുടെ ദൈനംദിന ജാതകം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി 15 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നല്ല സമയമാണ്. ഈ വർഷത്തെ ശനിയുടെ ശക്തമായ സ്വാധീനം ലഘൂകരിക്കാൻ കഴിയും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പുതിയ ഹോബി പരീക്ഷിക്കുന്നത് ഒരു പ്രതിവിധിയായി ശുപാർശ ചെയ്യുന്നു. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് ഒരു സവിശേഷ ദിവസമായിരിക്കും. കാരണം നിങ്ങൾക്ക് പ്രാധാന്യമുള്ളവരുമായി സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഘട്ടത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുമായി ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുന്നതിന് മുൻഗണന നൽകേണ്ടതുണ്ട്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് പരസ്പരം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഷോപ്പിങ്ങിനോ സിനിമയ്ക്കോ പോകാനുള്ള അവസരമുണ്ട്. കുടുംബബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുടുംബത്തിനുള്ളിൽ ഒരു ദൃഢബന്ധം നിലനിർത്തുന്നതിന്റെ മൂല്യം പ്രകടമാക്കാൻ സഹായിക്കും. ഈ വർഷം ശനിയുടെ നിയന്ത്രിത ഊർജ്ജത്തെ സന്തുലിതമാക്കാൻ ഒരു രത്നം അടുത്തുവെക്കുകയോ അല്ലെങ്കിൽ അത് ധരിക്കുകയോ ചെയ്യുക. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിരാശ നേരിടേണ്ടി വന്നേക്കാം. ഇന്ന് നിങ്ങൾ സ്വയം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും. നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെക്കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരാകാം. ഒന്ന് വിശ്രമിക്കുക. അതിനെക്കുറിച്ച് വിഷമിക്കരുത്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു, ഇന്ന് ഒരു ദിവസം മാത്രമാണ്. ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ പുരോഗതി കാണാൻ കഴിയും. നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്താൻ വയലറ്റ് നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുക. വൈകുന്നേരം 6:30 മുതൽ വൈകുന്നേരം 7:30 വരെയാണ് നിങ്ങൾക്ക് ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയം. ഈ വർഷം ശനി നിങ്ങളുടെ വൈകാരിക വളർച്ചയെ രൂപപ്പെടുത്തുന്നതിനാൽ ഒരു റോഡോണൈറ്റ് പെൻഡന്റ് ധരിക്കുന്നത് അല്ലെങ്കിൽ റോസ് ക്വാർട്സ് ടെമ്പിൾ സൂക്ഷിക്കുന്നത് ശാന്തമായ ധാരണ നൽകും. പരിഹാരം: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയധനു രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ നിങ്ങളുടെ ശ്രദ്ധ വിവിധ ദിശകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് അമിതഭാരം അനുഭവപ്പെട്ടേക്കാം. എന്നാൽ വിഷമിക്കേണ്ട പ്രിയ ധനുരാശിക്കാരെ, നിങ്ങളുടെ പരമാവധി നൽകുക. എല്ലാം ശരിയായ സ്ഥാനത്ത് വരും. ഓർക്കുക, ഇന്ന് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ഉൽപ്പാദനക്ഷമതയ്ക്കും സന്തുലിതാവസ്ഥയാണ് പ്രധാനം. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളുടെ ശാന്തത നഷ്ടപ്പെടുത്തരുത്. എല്ലാം നന്നായി മാറും. നിങ്ങൾക്ക് ഇളം നീലയാണ് ഇന്നത്തെ ഭാഗ്യനിറം. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയാണ് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള സമയം. 2026-ൽ വ്യാഴം ഭാഗ്യം ശക്തിപ്പെടുത്തുന്നതിനാൽ സ്ഥിരമായ വളർച്ചയ്ക്കായി ഒന്ന് ധരിക്കുക, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ സ്ഥലത്ത് വെക്കുക. പ്രതിവിധി: നന്ദി പറയുക. പ്രിയ മകരം രാശിക്കാരെ, ചന്ദ്രൻ തുലാം രാശിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവായ ക്ഷേമത്തിന്റെയും സംതൃപ്തിയുടെയും വികാരങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ പൂർത്തിയാക്കാൻ നിശ്ചയിച്ചതെല്ലാം ഇന്ന് പൂർത്തിയാക്കുന്ന ദിവസങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. ആവശ്യമായ സമയവും പ്രയത്നവും നൽകിയ ശേഷം
നിങ്ങൾക്ക് ഒടുവിൽ ആശ്വാസം അനുഭവപ്പെടാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങളുടെ ദിവസം നശിപ്പിക്കാൻ സാധ്യത കുറഞ്ഞ ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ നേടണമെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് എല്ലാ പ്രധാന കാര്യങ്ങളും പൂർത്തിയാക്കുക. നല്ല ഭാഗ്യവും ഊർജവും നൽകാനുള്ള കഴിവ് കാരണം കറുപ്പ് ഇന്നത്തെ ഭാഗ്യനിറമായി കണക്കാക്കപ്പെടുന്നു. 2026-ൽ രാഹു അല്പം അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനാൽ സ്ഥിരതയ്ക്കായി ഒരു ധരിക്കുക. പ്രതിവിധി: സമ്മർദ്ദകരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിലേക്ക് നീങ്ങുന്നതിനാൽ നിങ്ങളിൽ ചിലർക്ക് പേശികളെ വ്യായാമം ചെയ്യാനും ആരോഗ്യം വീണ്ടെടുക്കാനും താൽപ്പര്യം തോന്നിയേക്കാം. ഇന്ന് നിങ്ങളുടെ ദേഷ്യവും കോപവും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ആരെങ്കിലും നിങ്ങളെ അസ്വസ്ഥനാക്കുകയാണെങ്കിൽ. ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് പുറത്തുവരാനുള്ള ഒരു മാർഗം ആദ്യപടി സ്വീകരിക്കുകയും ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിശ്വസിക്കുന്നു. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണം. സന്തോഷം പ്രസരിപ്പിക്കുന്ന വ്യക്തികളാൽ സ്വയം ചുറ്റപ്പെടുക. നീലനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. വൈകുന്നേരം 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം ശനി പ്രധാന വിഷയങ്ങളെ നയിക്കുന്നതിനാൽ സ്ഥിരമായ പുരോഗതിക്കായി താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രിയ മീനം രാശിക്കാരെ, തുലാം രാശിയിലെ ചന്ദ്രൻ ജീവിതത്തിൽ ഒരു പുതിയ ലക്ഷ്യബോധം നൽകി നിങ്ങളെ പ്രചോദിപ്പിച്ചേക്കാം. ഇന്ന് പ്രിയ മീനം രാശിക്കാരെ, ആകാശങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് പ്രചോദനം തോന്നിയേക്കാം. നിങ്ങളുടെ അഭിലാഷങ്ങൾ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. അവ മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യമല്ലാത്തതായി തോന്നിയാലും അവയെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. അസാധ്യം എന്ന വാക്ക് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ അനുവദിക്കരുത്. പകരം എല്ലാ സാഹചര്യങ്ങളെയും സമഗ്രമായും പ്രായോഗികമായും വിലയിരുത്തി അവ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കണം. വൈകുന്നേരം 3:30 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം ശനിയുടെ സ്വാധീനമുള്ള ഊർജത്തെ സന്തുലിതമാക്കുക. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രതിവിധി നിർദ്ദേശിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.